ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 6th പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. NPN ട്രാൻസിസ്റ്ററിൽ എന്താണ് ഇലക്ട്രോണുകൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്? എമിറ്റർ ടുവേർഡ്സ് ദി ബേസ്. വായിക്കാം. ഇൻ ആൻ NPN ട്രാൻസിസ്റ്റർ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം എമിറ്റർ ടുവേർഡ്സ് ദി ബേസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് എ കറണ്ട് IE. അതാണ് നമ്മൾ നേരത്തെ എന്താണ് IE എന്നുള്ള കറണ്ട് കണ്ടില്ലേ, അത് പിന്നെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോ ബേസ് കളക്ടർ ബേസ് ജംഗ്ഷൻ നിങ്ങൾക്ക് അറിയാം, അത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പൊ നോക്കിക്കേ, ബേസ് റീജിയനിൽ എൻ്റർ ചെയ്യുന്നത് റിവേഴ്സ് ബയാസ് കാരണം അട്രാക്ട് ചെയ്തിട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആ ബേസിൽ നിന്ന് കളക്ടറിലേക്ക് പ്രവേശിക്കും. അങ്ങനെ കളക്ടർ കറണ്ട് ഉണ്ടാവും. പക്ഷേ മുഴുവൻ ഇലക്ട്രോണുകളും കളക്ടറിലേക്ക് പ്രവേശിക്കുമോ? ഇല്ല. കാര്യം എന്താണ്? കുറച്ച് പെർസെന്റേജ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? അവിടെ കളക്ടറിൽ തന്നെയുള്ള ബേസിൽ തന്നെയുള്ള ഹോളുകളുണ്ട്. ബേസ് എന്ന് പറഞ്ഞാൽ P അല്ലേ, അതിനകത്ത് ഹോളുകളുണ്ട്. ആ ഹോളുകളിൽ കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? പിന്നെ ബേസ് കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ മുഴുവൻ ഇലക്ട്രോണുകളും കളക്ടറിലേക്ക് പോവില്ല. കുറച്ച് എന്ത് ചെയ്യും? വരുന്ന എമിറ്റർ കറണ്ടിന്റെ ഏകദേശം മുഴുവൻ 95% കളക്ടർ കറണ്ടായി മാറുകയും 5% ബേസ് കറണ്ടായി പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ അറിയുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? എമിറ്റർ കറണ്ട് ഈസ് ദ സം ഓഫ് കളക്ടർ കറണ്ട് ആൻഡ് ബേസ് കറണ്ട്. ഇനി PNP ട്രാൻസിസ്റ്ററിൽ ഇതേപോലെ തന്നെയാണ്, പക്ഷേ ഹോളുകളാണ്. എമിറ്ററിൽ നിന്ന് ബേസിലേക്ക് പോകുന്നത് ഹോളുകളാണ്. കാര്യം എന്താണ്? ഇത് എമിറ്റർ, ഇത് ബേസ്, കളക്ടർ. അപ്പോൾ P ടൈപ്പ് ആയതുകൊണ്ട് എമിറ്ററിൽ ആരാണ് മെജോറിറ്റി കാരിയേഴ്സ്? ഹോൾസ് ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ പഠിക്കണം. ഇനി ട്രാൻസിസ്റ്റർ നോക്കാം. നിങ്ങൾക്ക് 3 രീതിയിൽ ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എന്തിനാണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, എമിറ്റർ കോമൺ ആക്കി വെച്ചുകൊണ്ട്, അതുപോലെ കോമൺ ബേസ് കോൺഫിഗറേഷൻ, ബേസ് കോമൺ ആക്കി വെച്ചുകൊണ്ട്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, കളക്ടർ കോമൺ ആക്കി വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന കണക്ഷൻ എന്ന് പറഞ്ഞാൽ, കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. എന്തുകൊണ്ടാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ കറണ്ട് ഗെയിനും വോൾട്ടേജ് ഗെയിനും മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് ട്രാൻസിസ്റ്ററിന്റെ വ്യത്യസ്ത കോൺഫിഗറേഷനിലെ ക്യാരക്ടറിസ്റ്റിക്കുകൾ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ജസ്റ്റ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്താണെന്ന് പറയുന്നു, അതിനകത്ത് വരുന്ന വ്യത്യസ്തമായ പാരാമീറ്ററുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ട്രാൻസിസ്റ്റർ എന്നുള്ള ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി നോക്കിക്കേ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വേരിയേഷൻ ഓഫ് കറണ്ട് ഓൺ ദി ഇൻപുട്ട് സൈഡ് വിത്ത് ഇൻപുട്ട് വോൾട്ടേജ്. അതായത് നമ്മളിപ്പോ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എമിറ്റർ കറണ്ട് ആണ് അല്ലേ, വരുന്ന കറണ്ടാണ് എമിറ്റർ കറണ്ട്. നോക്കൂ, അത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻപുട്ട് വോൾട്ടേജ്? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഏതിനൊക്കെ ഇടയിലാണ് ഇൻപുട്ട് വോൾട്ടേജ് വരിക? നോക്കൂ, എമിറ്ററിനും ബേസിനും ഇടയിൽ. അപ്പൊ ആ വോൾട്ടേജ് ആണ് എന്ത്? ഇൻപുട്ട് വോൾട്ടേജ് ആയ VBE. ഇത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് VCB. ഔട്ട്പുട്ട് കറണ്ട് കളക്ടർ കറണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. വേരിയേഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ്, അതായത് ഇൻപുട്ട് വോൾട്ടേജും ഇൻപുട്ട് കറണ്ടും തമ്മിലുള്ള വേരിയേഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്. അതുപോലെ ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള വേരിയേഷനെ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റികളിൽ നിന്നും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. നോക്കൂ, ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ആദ്യത്തെ. എന്താണ് ഇൻപുട്ട് റെസിസ്റ്റൻസ്? ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുക, അതാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് RI. ഇനി ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ എന്താണ്? ഇൻപുട്ട് കറണ്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ടാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കുക. ഇനി AC കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? AC കറണ്ട് ഗെയിൻ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന AC വോൾട്ടേജ് ആണെങ്കിൽ കറണ്ട് ആണ്, AC കറണ്ട് ഗെയിൻ എത്രയായിരിക്കും? ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുക, അതിനെ ബീറ്റ എന്നാണ് വിളിക്കുന്നത്. കറണ്ട് ഗെയിൻ ബീറ്റയാണ്, AC കറണ്ട് ഗെയിൻ ബീറ്റയാണ്, തെറ്റരുത്. AC കറണ്ട് ഗെയിൻ ആണ് ബീറ്റ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, നോക്കൂ, ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ്? ആ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിന്റെ ഇക്വേഷൻ ആണ് ഈ പറയുന്നത്. ഓക്കെ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉപയോഗിക്കാം. കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ നോക്കുക, ആ വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വന്നാൽ ആംപ്ലിഫൈഡ് ആയെന്ന് പറയാം. അപ്പൊ വോൾട്ടേജ് ഗെയിന്റെ ഇക്വേഷൻ എന്താണ്? V ഔട്ട്പുട്ട് ബൈ V ഇൻപുട്ട്. ഇൻപുട്ടിൽ എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ടായി? ഓക്കെ, V ഔട്ട്പുട്ട് ബൈ V ഇൻപുട്ട്. അതിന്റെ ഫോർമുലയാണ് ബീറ്റ ഇൻറ്റു RC ബൈ RB. ഇത് എങ്ങനെ വരും നമുക്ക് പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇത് പഠിച്ചു വെക്കുക. AV വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു ബീറ്റ കറണ്ട് ഗെയിൻ ഇൻറ്റു RC ബൈ RB. RC എന്താണ്? കളക്ടർ റെസിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ കളക്ടർ റെസിസ്റ്റൻസിന് എക്രോസ് ആയിട്ടാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്, കളക്ടറിന് എക്രോസ് ആയിട്ടുള്ള. ഇതെന്താണ്? ഇത് ബേസ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ RB. ഇനി
കോമൺ ബേസ് കോൺഫിഗറേഷനിലെ എ സി കറണ്ട് ഗെയിൻ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ എന്താണ് കറണ്ട് ഗെയിൻ ആണ് ബീറ്റ പറഞ്ഞത്. ഇത് കോമൺ ബേസ് കോൺഫിഗറേഷനിലെ എ സി കറണ്ട് ഗെയിൻ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ ഇ. ഇത് ഇൻപുട്ട് കറണ്ട്, ഇത് ഔട്ട്പുട്ട് കറണ്ട്. ഓക്കെ, വി സി കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഇതിലെ 1 കുറവാണ് ഇതിന്റെ വാല്യൂ. ഇനി കറണ്ട് ഗെയിൻ ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ നോക്കിക്കേ. എന്താണ്? എ സി കറണ്ട് ഗെയിൻ കോമൺ ബേസ് കോൺഫിഗറേഷൻ. എന്നാൽ ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ കാണാതെ പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അതിൽ നമുക്ക് ആൽഫ മാറ്റിയിട്ട് ബീറ്റയുടെ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്താണ്? ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസിസ്റ്ററുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിക്കുക. വളരെ ഡീറ്റെയിൽഡ് ആയി പഠിപ്പിക്കേണ്ട ഒന്നാണ്, അല്ലെങ്കിൽ എന്താണ് പറയേണ്ട ഒന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എങ്കിൽ യൂട്യൂബിൽ ഇതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് അനിമേറ്റഡ് രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട്. ട്രാൻസിസ്റ്ററിന്റെ ഇതില് electrical4u.com എന്നൊരു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫോർ യു എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഡയോഡിന്റെ വർക്കിംഗ്, ട്രാൻസിസ്റ്ററിന്റെ വർക്കിംഗ് ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ ഫോർ യു എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ട്രാൻസിസ്റ്റർ ആക്ഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും പറഞ്ഞ പാരാമീറ്റേഴ്സ് കൃത്യമായി പഠിക്കുക, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ട്രാൻസിസ്റ്റർ ആൽഫയും ട്രാൻസിസ്റ്റർ ബീറ്റയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. പരീക്ഷയ്ക്ക് ഏകദേശം ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കൂടുതലായി വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഓക്കെ, നിങ്ങൾക്കറിയാം അനലോഗ് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ അനലോഗ് സിസ്റ്റങ്ങളിൽ വേരിയേഷൻ ആണ് പ്രാധാന്യം. അതായത് കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. ഇപ്പൊ വോൾട്ടേജുകൾ അല്ലെങ്കിൽ വോൾട്ടേജുകൾ തന്നെ എടുക്കാം. വോൾട്ടേജിന് കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് അനലോഗ് സർക്യൂട്ടിൽ ഉള്ളത്. ഇപ്പോ നമ്മൾ സിനുസോയിഡൽ വോൾട്ടേജ് വേവ് ഫോമുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ്? കണ്ടിന്യൂസ് റേഞ്ച് ആണല്ലേ വേരിയേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ, ആംപ്ലിഫയർ, ഓസിലേറ്റർ മുതലായവ അനലോഗ് സർക്യൂട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ എന്താണ്? സിനുസോയിഡൽ വോൾട്ടേജ് വേവ് ഫോമുകളാണ്. കണ്ടിന്യൂസ് റേഞ്ച് ആണ് ഉള്ളത്. കണ്ടിന്യൂസ് റേഞ്ച് എന്ത് വേണോ ആവാം. പക്ഷേ ഡിജിറ്റൽ സിസ്റ്റങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ വോൾട്ടേജ് വേരിയേഷനുകൾ 2 തരത്തിലേ ഉള്ളൂ. ഒന്നുകിൽ ഹൈ അല്ലെങ്കിൽ ലോ. ഹൈ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ. 2 ഡിസ്ക്രീറ്റ് വാല്യൂകൾ മാത്രമേ ഉള്ളൂ വോൾട്ടേജ് സിഗ്നലിന്. വോൾട്ടേജിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഹൈ ലെവലിനെ 1 എന്ന് വിളിക്കുന്നു, ലോ ലെവലിനെ 0 എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതൊരു ബൈനറി ഡിജിറ്റ് സിസ്റ്റം അല്ലേ? 1ഉം 0ഉം ബൈനറി ഡിജിറ്റുകളാണ്. അപ്പോ ആ ഡിജിറ്റുകളുടെ ബേസിസിൽ 2 ലെവലുകൾ സിഗ്നലിന് കൊടുക്കുകയാണ്. അപ്പോ പുതിയൊരു ഇലക്ട്രോണിക്സ് ഫോം വരുന്നു, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ എന്ന് പറഞ്ഞത്? ബൈനറി ഡിജിറ്റുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഹൈ ലെവൽ, ലോ ലെവൽ, 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0. അപ്പോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ബേസ് ചെയ്ത് ഉണ്ടാക്കിയ ഡിവൈസുകൾ എന്ന് പറഞ്ഞാൽ അനലോഗ് സിസ്റ്റങ്ങളിൽ അനലോഗ് ഇലക്ട്രോണിക് ഡിവൈസുകളെക്കാൾ സുപ്പീരിയർ ആണ്. ഇനി നോക്കൂ, ലോജിക് ഗേറ്റ്. എന്താണ് ലോജിക് ഗേറ്റ്? ലോജിക് ഗേറ്റ് നമ്മൾ മേൽ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ലോജിക് ഗേറ്റ്. ലോജിക്കൽ റിലേഷൻഷിപ്പ് ലോജിക്കലാണ്. ഓക്കെ, ലോജിക് ഗേറ്റുകൾ ഫോളോ ചെയ്യുന്നത് ബൂളിയൻ ഓൾജീബ്രയാണ്. ബൂളിയൻ ഓൾജീബ്രയിൽ ബേസിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആൻഡ് ഓപ്പറേഷൻ, അതായത് എ ആൻഡ് ബി ഔട്ട്പുട്ട്. ഇതിപ്പോ 2 ഇൻപുട്ടുകളാണ്, ഒരു ഔട്ട്പുട്ടും ഉണ്ട്. ഓർ ഓപ്പറേഷൻ, അതിനെ പ്ലസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. എ പ്ലസ് ബി വൈ. അതുപോലെ നോട്ട് ഓപ്പറേഷൻ നോക്കി എ നോട്ടാണ്, അതായത് എ എന്താണോ അതിന്റെ ഇൻവേഴ്സ് അല്ലെങ്കിൽ നോട്ട്, അതാണ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോ ലോജിക് ഗേറ്റുകൾ ഏതൊക്കെ വിധത്തിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് ആണ്. അടുത്തത് ആൻഡ് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റ്, ഇതാണ് ബേസിക് ഗേറ്റുകൾ. നോട്ട് ഗേറ്റ്, അപ്പൊ ഓർ ആൻഡ് നോട്ട്. അടുത്ത എന്താണ്? നാൻഡ് ഗേറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നോർ ഗേറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എക്സോർ ഗേറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? വായിച്ചോളൂ. ഓക്കെ, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. ഇപ്പൊ തന്നെ ഒരുപാട് വീഡിയോകളായി ഡിസ്കഷന്റെ. ഓർ ഗേറ്റ് നോക്കിക്കേ. ഓർ ഗേറ്റ് വെച്ച് നമുക്ക് തുടങ്ങാം. 2 ഇൻപുട്ടുകൾ ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. സിമ്പൽ എത്രയാണ്? എ പ്ലസ് ബി അല്ലേ? ബൂളിയൻ എക്സ്പ്രഷൻ എ പ്ലസ് ബി ആണ്. ഓരോ ലോജിക് ഗേറ്റിനും ട്രൂത്ത് ടേബിൾ ഉണ്ട്.
ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വേരിയേഷനുകൾ കാണിക്കുന്ന ടേബിൾ ആണ് ട്രൂത്ത് ടേബിൾ. നോക്കൂ, അതിനു മുമ്പ് ഓർ ഗേറ്റിന്റെ സിമ്പൽ നിങ്ങൾ പഠിക്കണം. ഇതാണ് ഓർ ഗേറ്റിന്റെ സിമ്പൽ, മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഓർ ഗേറ്റിന്റെ സിമ്പൽ ഇതാണ്, 2 ഇൻപുട്ട് 1 ഔട്ട്പുട്ട്. ഇനി നോക്കിക്കേ, ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ എഴുതാം? 2 ഇൻപുട്ടും ലോ ആകുമ്പോൾ അല്ലെങ്കിൽ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് കണ്ടോ 0 ആണ്. 0 + 0 0 അങ്ങനെ വിചാരിച്ചാൽ മതി. അതുപോലെ 1 എ ഹൈയും ബി ലോ 1 0 ആകുമ്പോൾ 1 ആണ്, 1 + 0. അതുപോലെ 0 1 ആണെങ്കിൽ 1 ആണ്. ഇനി 1 രണ്ടും 1 ആവുമ്പോഴോ 1 ആണ് ഔട്ട്പുട്ട്, 2 അല്ല. ഇത് ബൂളിയൻ ഓൾജീബ്രയാണ്. 1 + 1 യഥാർത്ഥത്തിൽ 1 0 ആണ്, അതിന് 1 എന്ന് സൂചിപ്പിക്കുന്നു. ഓക്കെ, ബൈനറി അഡീഷൻ ആണ്, ബൈനറി അഡീഷൻ ആണ്. ഓക്കെ, ഹൈ പ്ലസ് ഹൈ ഗീവിംഗ് ഹൈ, അതാണ് ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്തത് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് നോക്കൂ, 2 ഇൻപുട്ടുകൾ 1 ഔട്ട്പുട്ട്. ബൂളിയൻ എക്സ്പ്രഷൻ എങ്ങനെയാണ്? A.B എന്നാണ്, A.B. ഓക്കെ, A.B. അപ്പോ ഇതെന്താണ്? ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? Y = A and B, A and B. എന്നാൽ ഓർ ഗേറ്റിലാണെങ്കിൽ Y = A or B എന്നാണ്, A പ്ലസ് ആണ്. ഓക്കെ, ഇതിന്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ നോക്കിക്കേ. 0 0 വരുമ്പോൾ 0, മൾട്ടിപ്ലിക്കേഷൻ പോലെ വിചാരിച്ചാൽ മതി. 0 × 0 0. അതുപോലെ 1 0 വരുമ്പോൾ 0, 0 1 വരുമ്പോൾ 0, 1 1 വരുമ്പോൾ 1. ഓക്കെ, ഇതിന്റെ സിമ്പൽ പഠിക്കണം, അതാണ് ആദ്യം പറയേണ്ടത്. നോക്കൂ, ഇതാണ് സിമ്പൽ. ഓർ ഗേറ്റിന്റെ സിമ്പൽ ഇതാണ്, ആൻഡ് ഗേറ്റിന്റെ സിമ്പൽ ഇതാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നോക്കൂ, ഇൻപുട്ട് എപ്പോ മാത്രമേ ഹൈ ആവുകയുള്ളൂ? 2 ഇൻപുട്ടും ഹൈ ആകുമ്പോൾ മാത്രമേ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് ഹൈ ആവുകയുള്ളൂ. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഓർ ഗേറ്റിന്റെ എപ്പോഴൊക്കെ ഔട്ട്പുട്ട് ഹൈ ആവാം? 2 ഇൻപുട്ടും ഹൈ ആവുമ്പോഴോ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആവുമ്പോഴോ ഇവിടെ ഓർ ഗേറ്റിന് ഔട്ട്പുട്ട് ഹൈ ആയി വരാം. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഔട്ട്പുട്ട് ലോ ആവുന്ന എപ്പോഴാണ്? 2 ഔട്ട്പുട്ടും ലോ ആകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലോ ആകുമ്പോൾ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് ലോ ആവും. ഇതൊക്കെ അറിയണം, കാര്യം പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാം. ഈ താഴെ പറയുന്ന ഏത് ഗേറ്റിനാണ് ഈ രീതിയിലുള്ള ഔട്ട്പുട്ട് വരുന്നത് ഇൻപുട്ട് മാറുമ്പോൾ? ഇവിടെ കണ്ടോ, ഇവിടെ എപ്പോഴാണ് ഇവിടെ ഇൻപുട്ട് ലോ ആകുന്നത് എപ്പോഴാണ്? ഔട്ട്പുട്ട് ലോ ആകുന്നത് എപ്പോഴാണ്? ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, 2 ഇൻപുട്ടും ലോ ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് ലോ ആവുകയുള്ളൂ. ഇവിടെ ഓർ ഗേറ്റില്. ഓക്കെ, അപ്പൊ ആൻഡ് ഗേറ്റ് അറിയണം. ഓക്കെ, അടുത്തത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത നോക്കി, 1 ഇൻപുട്ടും 1 ഔട്ട്പുട്ടുമാണ് ഈ ഗേറ്റിന്റെ പ്രത്യേകത. ഇനി ഇതിന്റെ എക്സ്പ്രഷൻ കണ്ടോ, നോട്ട് ഗേറ്റിന്റെ അതെങ്ങനെയാ വായിക്കുന്നത്? A negated = Y എന്നാണ്. അതായത് എയുടെ നെഗേഷൻ ആണ്. നെഗേഷൻ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കിയാൽ മതി. അപ്പോ A 0 ആണെങ്കിൽ അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് 1 ആണ് ബൂളിയൻ ഓൾജിബ്രയിൽ. കാര്യം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ബൂളിയൻ ഓൾജിബ്രയാണ്. 0ക്ക് ഓപ്പോസിറ്റ് ലോക്ക് ഓപ്പോസിറ്റ് ഹൈ ആണ്. ഇവിടെ 1 ആണെങ്കിലോ ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. അപ്പൊ നോട്ട് ഗേറ്റിന്റെ പ്രത്യേകത 0 കൊടുത്താൽ 1 കിട്ടും, 1 കൊടുത്താൽ 0 കിട്ടും. നോട്ട് ഗേറ്റിന്റെ സിമ്പൽ നോക്കി, കാണാതെ പഠിച്ചു വെക്കുക, സിമ്പൽ മനസ്സിലാക്കുക. ഇതാണ് സിമ്പൽ. ഓക്കെ, ഇതാണ് സിമ്പൽ. ഡയോഡ് അല്ല ഇത് നോട്ട് ഗേറ്റ് ആണ്. ഓക്കെ, നോട്ട് ഗേറ്റ് ആണ്. ഇനി അടുത്തത് നാൻഡ് ഗേറ്റ് ആണ്. നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ആണ്. എന്തൊക്കെ ഗേറ്റുകളുടെ കോമ്പിനേഷൻ ആണ്? ആൻഡ് ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും കോമ്പിനേഷൻ ആണ്. ഓക്കെ, ആൻഡ് ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും. അപ്പോൾ 2 ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. അതിന്റെ നോട്ട് എടുക്കുക, നെഗേറ്റഡ് എടുക്കുമ്പോൾ ഫുൾ ഔട്ട്പുട്ട് കിട്ടുന്നു. അതായത് ആൻഡ് ഗേറ്റിൽ നിങ്ങൾ 2 ഇൻപുട്ട് കൊടുക്കുന്നു, അതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നു, പ്രിലിമിനറി ഔട്ട്പുട്ട് ആണ്. അത് നോട്ട് ഗേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അതിന്റെ സിമ്പൽ നോക്കി, കണ്ടോ, ഇതാണ് സിമ്പിൾ. ആൻഡ് ഗേറ്റും ഇവിടെ ഒരു ചിഹ്നവും കൂടി, അതാണ് സർക്കിൾ, ഈ ഒരു ബബിൾ, അതാണ് എന്ത്? നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ. നാൻഡ് ഗേറ്റിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ഏതാ? ആൻഡ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അതിന്റെ നോട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കിട്ടും. അതാണ് ഇത്. മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ സിമ്പിൾ ഏത് ഗേറ്റിന്റെ ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ ട്രൂത്ത് ടേബിൾ നിങ്ങൾ കണ്ടോ, എ ആൻഡ് ഓപ്പറേഷന് ശേഷം നോട്ട് എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ എന്താണ്? 0 ആൻഡ് 0 എത്ര? 0 കിട്ടും. പക്ഷെ ഇവിടെ എന്താണ്? ഔട്ട്പുട്ട് 1 ആണ്. കാര്യം എന്താണ്? ഇതിന്റെ ആൻഡ് ഓപ്പറേഷന്റെ നോട്ട് എടുക്കുക, ഓപ്പോസിറ്റ് എടുക്കുക. അപ്പൊ 0 × 0 0, അതിന്റെ ഓപ്പോസിറ്റ് 1. നോക്കൂ, 1 ആൻഡ് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 ആണ് അതിന്റെ ഓപ്പോസിറ്റ്, നെഗേറ്റ് അല്ലെങ്കിൽ നോട്ട് ഓപ്പറേഷൻ എടുക്കുമ്പോൾ 1. 0 × ഇവിടെ 1. 1 എടുക്കുമ്പോൾ ആൻഡ് ഗേറ്റിനാണെങ്കിൽ ഇതായിരുന്നു. പക്ഷേ ഇതിന്റെ ഓപ്പോസിറ്റ് നോട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എത്രയാണ്? നാൻഡ് ഗേറ്റില് 0 ആണ് വരിക. നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ഇതാണ് നാൻഡ് ഗേറ്റിന്റെ സിമ്പിൾ. ഓക്കെ,
ഇനി നാൻഡ് ആസ് നോട്ട് ഗേറ്റ് അതായത് നാൻഡ് ഗേറ്റിന് നോട്ട് ഗേറ്റ് ആക്കി മാറ്റാം. എങ്ങനെ? നിങ്ങളിപ്പോ ഒറ്റ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോ നിങ്ങളിപ്പോ 0 കൊടുക്കുകയാണ്. ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ കൊടുത്ത 0 എത്രയാണോ ആ 2 0. ഇപ്പൊ നോക്കൂ, ഒരു 0 കൊടുക്കുന്നു, അപ്പൊ 2 ഇൻപുട്ട് എന്താണ് അക്ഷരാർത്ഥത്തിൽ? അത് 0 ആണ്. അപ്പൊ 0 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ 1 കിട്ടും. അതാണ് നാൻഡ് ആസ് നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നാൻഡ് ഗേറ്റിന്റെ 2 ഇൻപുട്ടുകളും ജോയിൻ ചെയ്താൽ അത് നോട്ട് ഗേറ്റ് ആയി ബിഹേവ് ചെയ്യും. ഇതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, അടുത്തത് നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആയിരിക്കാം? ഓർ ഗേറ്റിന്റെയും നോട്ട് ഗേറ്റിന്റെയും. ഓക്കെ, അപ്പോ ഇതിന്റെ ഓർ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ നോട്ട് ഓപ്പറേഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് നോർ ഗേറ്റ് കിട്ടിയുള്ളൂ. ഓക്കെ, ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടോ? ഓറിന്റെ നോട്ടാണ് A+B, അതിന്റെ കണ്ടോ നോട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു Y. അതിന്റെ ട്രൂത്ത് ടേബിൾ കണ്ടോ? എങ്ങനെയാ ട്രൂത്ത് ടേബിൾ എഴുതുന്നത്? ഓർ ഓപ്പറേഷന്റെ നോട്ടാണ് 0. ഓർ 0 എത്ര? 0 ആണ്. അതിന്റെ നോട്ട് കണ്ടോ 1. ഓർ ഗേറ്റിന്റെ അല്ല, ഓർ ഗേറ്റ് ആണെങ്കിൽ ഇവിടെ 0 വന്നേ, പക്ഷെ അതിന്റെ നോട്ട് എടുക്കുമ്പോൾ എന്ത്? 1 എന്താണ്? ഓർ 0 എത്രയാണ്? 1 ആണ് ഔട്ട്പുട്ട്. അതിന്റെ നോട്ട് എടുക്കുമ്പോൾ 0 ഓർ 1. അപ്പൊ എന്താണ്? 1 ആണ് ഔട്ട്പുട്ട്. അതിന്റെ നോട്ട് എടുക്കുമ്പോൾ 0. അപ്പൊ ഇതാണ് നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഓർ ഗേറ്റിന്റെയാണ്. അപ്പൊ 1 ഓർ 1 എത്ര? 1 ആണ് ഓർ ഗേറ്റ് ആയിരുന്നെങ്കിൽ അതിന്റെ നോട്ട് എടുക്കുമ്പോൾ 0. കണ്ടോ? അപ്പൊ നോർ ഗേറ്റില് ഔട്ട്പുട്ട് ഹൈ ആവാൻ 2 ഇൻപുട്ടും ലോ ആയാലേ പറ്റൂ. കണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. 2 ഇൻപുട്ടും ലോ ആകുമ്പോൾ ഔട്ട്പുട്ട് ഹൈ ആവുന്ന ഗേറ്റ് ഏതാ? നോർ ഗേറ്റ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി നോർ ഗേറ്റിന്റെ 2 ഇൻപുട്ടിനെയും ജോയിൻ ചെയ്ത് കൊടുത്താൽ അതൊരു നോട്ട് ഗേറ്റ് ആയി മാറും. ഇത് ഒരു നോർ ഗേറ്റ് ആണ്. എന്നാൽ ഈ 2 ഇൻപുട്ടിനെ നിങ്ങൾ ജോയിൻ ചെയ്താലോ ഇതൊരു നോട്ട് ഗേറ്റ് മാത്രമായി മാറും. അതായത് നിങ്ങൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ അതിന്റെ നോട്ടായിട്ട് ഇങ്ങനെ വരുന്നു. ഓക്കെ, നോട്ട് എന്ന് പറഞ്ഞാൽ നെഗേഷൻ, ഓപ്പോസിറ്റ്. ഇനി എക്സോർ ഗേറ്റിന്റെ പ്രത്യേകത കണ്ടോ? നിങ്ങൾ വായിച്ചു നോക്കിയോ എന്താണ്? ഈ ഗേറ്റ് ഹൈ ഔട്ട്പുട്ട് തരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആകുമ്പോൾ മാത്രമേ എക്സോർ ഗേറ്റ് ഔട്ട്പുട്ട് തരികയുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം, ഒന്നുകിൽ എ മാത്രം അല്ലെങ്കിൽ ഇൻപുട്ട് ബി മാത്രം ഹൈ ആകുമ്പോൾ മാത്രമേ എക്സോർ ഗേറ്റ് ഔട്ട്പുട്ട് തരികയുള്ളൂ. എന്നാൽ രണ്ടും ഒരുമിച്ച് ഹൈ ആയാൽ ഔട്ട്പുട്ട് തരികയില്ല, ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഓക്കെ, അതായത് 2 ഇൻപുട്ടും ഹൈ ആയാലോ 2 ഇൻപുട്ടും ലോ ആയാലോ ഔട്ട്പുട്ട് 0 ആണ്. മനസ്സിലാക്കുക, എക്സ്ക്ലൂസീവ് ഓർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് തരികയുള്ളൂ, ഹൈ ആവുകയുള്ളൂ. 2 ഇൻപുട്ടും ഹൈ ആയാലോ 2 ഇൻപുട്ടും ലോ ആയാലോ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് എക്സോർ ഗേറ്റിന്റെ പ്രത്യേകത. എക്സോർ ഗേറ്റിന്റെ സിമ്പൽ പഠിച്ചുകൊള്ളുക. ഇതാണ് സിമ്പല്. അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ കണ്ടോ? ഇതാണ് അതിന്റെ സിമ്പൽ. നോക്കൂ, ഇതാണ് ബൂളിയൻ എക്സ്പ്രഷൻ, എ എക്സോർ ബി. ഓക്കെ, അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എ നോട്ട് ആൻഡ് ബി പ്ലസ് എ ആൻഡ് ബി നോട്ട്, അങ്ങനെ എഴുതാം. ഓക്കെ, ഇത് മനസ്സിലാക്കി വെച്ചിരിക്കും. ട്രൂത്ത് ടേബിൾ നോക്കിയോ? നമ്മൾ നേരത്തെ പറഞ്ഞ ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കുക കാണാമല്ലോ. എന്താണ്? 2 ഇൻപുട്ടും ലോ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവൂ. അപ്പൊ 1 + 0 1 എക്സോർ 0 എത്ര? 1 ആണ്. 0 നോക്കി, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ അല്ലേ? ഇവിടെ ബി അല്ലേ ഹൈ, അപ്പൊ 1 ആണ്. ഇനി 2 ഇൻപുട്ടും ഹൈ ആണെങ്കിലോ ഔട്ട്പുട്ട് 0. അപ്പൊ 2 ഇൻപുട്ടും ലോ ആണെങ്കിലോ 2 ഇൻപുട്ടും ഹൈ ആണെങ്കിലോ ഔട്ട്പുട്ട് 0. ഏതെങ്കിലും ഒരു ഇൻപുട്ട് മാത്രം ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുകയുള്ളൂ. എക്സോർ ഗേറ്റിന്റെ ആണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ 13ാമത്തെ ചാപ്റ്റർ ഡിസ്കഷൻ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായ ഒരു വെള്ള പേപ്പറിൽ എഴുതുക, വീഡിയോകളൊന്നുകൂടി കാണുക, സഹിഷ്ണുതയോടെ പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം വരച്ച് പറഞ്ഞു തരാൻ നമുക്ക് പറ്റില്ല. എന്താണ്, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഫോർ യു. സമയമുണ്ടെങ്കിൽ മാത്രം കാണുക കേട്ടോ, വെറുതെ സമയം കളയരുത്. എന്ത് ചെയ്യുക? കൃത്യമായ ഫോർമുലയൊക്കെ പഠിക്കുക, വെള്ള പേപ്പറിൽ ഒന്ന് എഴുതി വെക്കുക, റിവൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, യൂണിറ്റ് 13ാമത്തെ യൂണിറ്റ് സോളിഡ്സ് ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസസിൽ നമ്മൾ 26 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 26 എണ്ണം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചാപ്റ്ററിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ യൂണിറ്റിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മൾ പഠിച്ച തിയറി, അതുപോലെ നിങ്ങൾ NCERT പാഠപുസ്തകം വായിക്കുമ്പോഴോ നിങ്ങളുടെ പഴയ നോട്ടുകൾ ലഭിക്കും, എല്ലാ സോഴ്സുകളും നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം കേട്ടോ. ഒരു ചാപ്റ്റർ അടപടലം പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ്?
അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ ഏകദേശം ഈ ചാപ്റ്ററിൽ ഏകദേശം ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാം തിയററ്റിക്കലാണ്, പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് തിയറിയും സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു മിക്സ്ഡ് രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്, 26 ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ നമ്പറുകൾ ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. എന്താണ്, ഏതൊക്കെയാണ്? 6, 35, 38, 45, 54, 56, 70, 77, 81, 92, 107, 110, 111, 130, 115, 119, 120, 121, 127, 132, 133, 35, 136, 138, 139 and 141. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ 26 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാം നിങ്ങൾ ചെയ്യുക. വളരെ സിമ്പിൾ ആണ് എല്ലാം, അതായത് തിയററ്റിക്കലാണ് എല്ലാം. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കുക. ഓക്കെ, ബാക്കി ചാപ്റ്ററിൽ പോലെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ട് ബാക്കി ചാപ്റ്ററുകളിലേക്ക്, ഫസ്റ്റ് ഇയറിലായാലും സെക്കൻഡ് ഇയറിലായാലും. അപ്പോൾ ബാക്കി സമയം വളരെ കുറച്ചേ എടുക്കുകയുള്ളൂ. കാര്യം തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. തിയറി മാത്രം നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ ആ ഫോർമുലയൊക്കെ നോക്കുക, ട്രാൻസിസ്റ്ററിന്റെ ബേസിക് ആക്ഷൻ നോക്കുക, പിന്നെ ഡയോഡിന്റെ കേസിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾക്ക് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ സെക്ഷനിലേക്ക് ഉടനെ കടക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.